സെക്കൻഡ് വീക്കിലേക്ക് എത്തപ്പെട്ട മമ്മൂക്കയുടെ ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിൻ്റെ ഇതുവരെയുള്ള ടോട്ടൽ കേരള വേൾഡ് വൈഡ് കളക്ഷനും അതോടൊപ്പം തന്നെ സെക്കൻഡ് വീക്കിൽ ഈ ഒരു സിനിമ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നും വേറെയും ഒട്ടനവധി സിനിമകളുടെ അനേകം അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലേക്ക് വരാം അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് ഇന്ന് 3 സിനിമകളാണല്ലോ തിയേറ്ററിൽ എത്തിയത്. പൈങ്കിളി, ബ്രോമൻസ്, ദാവീദ് ചിത്രങ്ങളുടെ റിലീസിന് മുന്നേയുള്ള പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് ഇന്നലെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ബ്രോമാൻസ്, പൈങ്കിളി, ഡാവീഡ് എന്നീ സിനിമകളിൽ ഏറ്റവും ഹൈപ്പുള്ള മൂവിയായിരുന്നു ബ്രോമാൻസ് എന്ന് പറയുന്ന ചിത്രം. ചിത്രത്തിന്റെ പ്രീസെയിൽ കളക്ഷൻ 23.19 ലക്ഷം രൂപയാണ്. കൂട്ടത്തിൽ ഏറ്റവും ഹൈപ്പുള്ള സിനിമ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രീസെയിൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പൈങ്കിളി എന്ന് പറയുന്ന ചിത്രമാണ് രണ്ടാമത് ഏറ്റവും കൂടുതൽ പ്രീസെയിൽ കളക്ഷൻ നേടിയത്. 19.57 ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ ടോട്ടൽ പ്രീസെയിൽ കളക്ഷൻ. ആന്റണി വർഗീസ് നായകനായി എത്തിയ ദാവീദ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ ടോട്ടൽ പ്രീസെയിൽ കളക്ഷൻ 18.8 ലക്ഷം രൂപയാണ്. ഈ ഒരു 3 സിനിമകളുടെ പ്രീസെയിൽ കളക്ഷൻ നോക്കുന്ന സമയത്ത് പൈങ്കിളിയും അതുപോലെ ദാവീദ് എന്ന് പറയുന്ന 3ാം സ്ഥാനത്തുള്ള ചിത്രത്തിന്റെ പ്രീസെയിൽ കളക്ഷനും തമ്മിൽ ജസ്റ്റ് 1 ലക്ഷം രൂപയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബ്രോമാൻസും അതുപോലെ പൈങ്കിളിയും തമ്മിലുള്ള ടോട്ടൽ പ്രീസെയിൽ കളക്ഷന്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഏകദേശം 3.5 ലക്ഷത്തിന്റെ അടുത്താണ്. ഏകദേശം 3 സിനിമകളും പ്രീസെയിൽ കളക്ഷനിൽ ഏകദേശം ഒപ്പത്തിനൊപ്പം എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമുക്ക് ചിത്രത്തിന്റെ റിവ്യൂ കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് നോക്കാം. അനശ്വര രാജൻ, സജിൻ ഗോപു പ്രധാന വേഷത്തിലെത്തിയ പൈങ്കിളി എന്ന് പറയുന്ന ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിഞ്ഞത് മുതൽക്ക് തന്നെ പ്രേക്ഷകരിൽ നിന്നും വലിയൊരു അഭിപ്രായം ഒന്നും നേടിയെടുക്കാൻ സാധിച്ചില്ല. കട്ട ഒരു നെഗറ്റീവ് റിപ്പോർട്ടാണ് സോഷ്യൽ മീഡിയയിൽ ഈ ഒരു സിനിമയ്ക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഫഹദ് ഫാസിലും ആവേശം സിനിമയുടെ സംവിധായകനുമായ ജിത്തു മാധവനും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ജിത്തു മാധവന്റെ കൂടെ മറ്റൊരാളും കൂടെ ചേർന്നിട്ടാണ് സിനിമയുടെ തിരക്കഥ പൂർത്തീകരിച്ചിരിക്കുന്നത്. റിലീസിന്റെ മുന്നേ അത്യാവശ്യം തരക്കേടില്ലാത്ത ഹൈപ്പും അതോടൊപ്പം തന്നെ സിനിമ തിയേറ്ററിൽ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയെല്ലാം പുലർത്തിയ സിനിമയ്ക്ക് 2 അഭിപ്രായമാണ് പ്രേക്ഷകരിൽ നിന്നും നേടിയെടുക്കാൻ സാധിച്ചത്. ഇനി സിനിമയ്ക്ക് തിയേറ്ററിൽ വിജയിച്ച് കയറാൻ സാധിക്കുമോ എന്നുള്ളത് നമുക്ക് ചിത്രത്തിന്റെ ഈ ഒരു വീക്കെൻഡ് കളക്ഷൻ വിലയിരുത്തി മാത്രമേ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ആന്റണി പെപ്പെ നായകനായിട്ട് ഇന്ന് തിയേറ്ററിലെത്തിയ മൂവി ആയിരുന്നല്ലോ ദാവീദ് എന്ന് പറയുന്ന ചിത്രം. ചിത്രത്തിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു അഭിപ്രായം പ്രേക്ഷകരിൽ നിന്നും ആദ്യ ഷോ കഴിഞ്ഞത് മുതൽക്ക് തന്നെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും മികച്ച ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ദാവീദ് എന്ന ചിത്രത്തിന് തന്നെയാണ് ബുക്ക് മൈ ഷോ നോക്കുന്ന സമയത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് ചെറിയ ലാഗോട് കൂടെ ഡീസൻ്റ് ആയിട്ട് കഥ പറഞ്ഞു പോയപ്പോൾ സെക്കൻഡ് ഹാഫ് വേറെ മാതിരി വേറെ ലെവലിലേക്കാണ് സിനിമ കൊണ്ടെത്തിച്ചത് എന്നാണ് സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകർ പറയുന്നത്. ഇന്റർവെല്ലിന്റെ തൊട്ട് മുന്നേ സിനിമ മറ്റൊരു തലത്തിലേക്ക് മൂവ്മെന്റ് നടത്തുന്നു. പിന്നീട് അങ്ങോട്ട് പടം കത്തിക്കയറുന്നു. ആന്റണി വർഗീസ് പെപ്പെ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കിൻഡിൽ ഇടിയാണല്ലോ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അത്തരത്തിലുള്ള ഇടിയും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും ത്രൂ ഔട്ട് ഒരു ഇടിപ്പടമല്ല എന്നാണ് സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകർ പറയുന്നത്. നല്ല രീതിയിൽ പ്രേക്ഷകനെ പിടിച്ചിരുത്താനും എന്നാൽ ഫൈനലി സിനിമ കണ്ടു ഇറങ്ങുന്ന പ്രേക്ഷകരെ കൊണ്ട് മികച്ചത് പറയിപ്പിക്കാനും ദാവീദ് എന്ന് പറയുന്ന ചിത്രത്തിന് സാധിച്ചു. സിനിമയുടെ ആദ്യ ദിവസത്തെ ഈ ഒരു സമയത്ത് ബുക്കിംഗ് കാര്യങ്ങളെല്ലാം എടുത്തു നോക്കുന്ന സമയത്ത് ഈ ഒരു 3 ചിത്രങ്ങളിൽ ഏറ്റവും വലിയ വിജയം കൈവരിക്കാൻ സാധ്യതയുള്ള മൂവി ദാവീദായി മാറാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് തിയേറ്ററിലെത്തിയ യൂത്ത് മൾട്ടി സ്റ്റാർ മൂവിയാണല്ലോ ബ്രോമാൻസ് എന്ന് പറയുന്ന ചിത്രം. സന്ദീപ് പ്രതാപ്, അർജുൻ അശോകൻ, മാത്യു തോമസ് അതുപോലെ ശ്യാം മോഹൻ എന്നീ വലിയൊരു യൂത്ത് താരങ്ങളെല്ലാം ഒന്നിച്ച സിനിമക്കും പോസിറ്റീവ് തന്നെയാണ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ ദാവീദ് എന്ന ചിത്രത്തെ കുറിച്ച് പറഞ്ഞു. ഫസ്റ്റ് ഹാഫ് തരക്കേടില്ലാതെ പോയപ്പോൾ സെക്കൻഡ് ഹാഫ് ആണ് ഒന്നും കൂടെ പഞ്ചിങ് നിലനിർത്തി മുന്നോട്ട് പോയത് എന്ന്. അതുപോലെ തന്നെയാണ് ബ്രൊമാൻസ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ കാര്യവും. ഫസ്റ്റ് ഹാഫിനേക്കാൾ മികച്ചത് സെക്കൻഡ് ഹാഫ് എന്നുള്ള പ്രേക്ഷക അഭിപ്രായം. മികച്ച രീതിയിൽ തന്നെയാണ് ഈ ഒരു സിനിമയുടെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ വിജയം കൈവരിക്കാൻ സാധ്യത ഈ ഒരു സിനിമക്കും കാണുന്നുണ്ട്. ചിത്രത്തിൽ അഭിനയിച്ച യൂത്ത് താരങ്ങളെല്ലാം തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും കൂടുതൽ കയ്യടി നേടിയിരിക്കുന്നത് സെക്കൻഡ് ഹാഫിൽ സംഗീത് പ്രതാപ് എന്ന് പറയുന്ന താരം എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ജോ ആൻഡ് ജോ 18+ എന്നീ സിനിമയ്ക്ക് ശേഷം അരുൺ ഡി ജോസ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ബ്രോമാൻസ്. ഒരു കളർഫുൾ കോമഡി എന്റർടൈനർ മൂവിയാണ് കാണാൻ നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ ധൈര്യമായിട്ട് ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടി ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുത്തോളൂ. നല്ല രീതിയിലുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന സിനിമ തന്നെയായിരിക്കും ബ്രോമാൻസ്. ഇന്ന് തിയേറ്ററിലെത്തിയ 3 സിനിമകളിൽ ബ്രോമാൻസും അതുപോലെ ദാവീദും മികച്ച അഭിപ്രായം നേടി മുന്നോട്ട് പോകുമ്പോൾ പൈങ്കിളി എന്ന ചിത്രത്തിന് ലഭിച്ച റിവ്യൂ ആണ് കുറച്ച് മോശമായിരിക്കുന്നത്. ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത് വിഷു റിലീസായിട്ട് തിയേറ്ററിലെത്തുന്ന ആലപ്പുഴ ജിങ്കാന എന്ന് പറയുന്ന നെസ്ലിൻ നായകനാകുന്ന ചിത്രത്തിന്റെ ഒരു കിടുക്കാച്ച പോസ്റ്റർ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. സിനിമയുടെ ഓവർസീസ് വിതരണം
വിതരണം സ്വന്തമാക്കിയിട്ടുള്ള ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസിന്റെ FB പേജിലൂടെയാണ് ഈ ഒരു പോസ്റ്റർ പുറത്തു വന്നിരിക്കുന്നത്. നസ്ലിന്റെ കൂടെ ഈ ഒരു ചിത്രത്തിൽ ഗണപതി, ലുക്മാന് അങ്ങനെ തരക്കേടില്ലാത്ത താരങ്ങൾ തന്നെ സിനിമയിലുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് പുതുമുഖങ്ങളും സിനിമയുടെ ഭാഗമായി എത്തുന്നുണ്ട്. വലിയൊരു പ്രതീക്ഷയുള്ള ഒരു പ്രോജക്റ്റാണ്, ഒരു മൂവിയാണ് ഈ ഒരു സിനിമ ആലപ്പുഴ ജിങ്കാന. കാരണം തിയേറ്ററിൽ വലിയ വിജയം കൈവരിച്ച തല്ലുമാല എന്ന ചിത്രത്തിന് ശേഷം ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന സിനിമ കൂടിയാണ് ഈ ഒരു ചിത്രം. സിനിമയുടെ നിർമ്മാണത്തിൽ ഖാലിദ് റഹ്മാനും പങ്കാളിയാണ്. ഒരു വടക്കൻ വീരഗാഥ ഇന്ന് 8ാമത്തെ ദിവസം തന്റെ 2ാം വെള്ളിയാഴ്ച പൂർത്തിയാക്കാൻ ഒരുങ്ങി നിൽക്കുന്നു. ഇപ്പോൾ സിനിമയുടെ 7th ഡേയിലെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. 1,08,00,000 രൂപയാണ് ചിത്രത്തിന്റെ ഫസ്റ്റ് ടോട്ടൽ വേൾഡ് വൈഡ് വീക്ക് കളക്ഷൻ. സിനിമ കേരളത്തിൽ നിന്നും 7 ദിവസങ്ങൾ കൊണ്ട് നേടിയിരിക്കുന്നത് 77 ലക്ഷം രൂപയും 8ാം ദിവസമായ ഇന്നത്തെ ചിത്രത്തിന്റെ കേരള കളക്ഷനും കൂടെ ചേരുന്ന സമയത്ത് ഏകദേശം കേരള കളക്ഷൻ 80 ലക്ഷത്തിന്റെ മുകളിലേക്ക് എത്തപ്പെടും. മമ്മൂക്ക ഫാൻസ് പൊതുവെ മമ്മൂക്കയുടെ റിലീസ് സിനിമകൾ തിയേറ്ററിൽ എത്തുന്നതിൽ അവർക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ മമ്മൂക്കയുടെ ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിനും റിലീസിന്റെ മുന്നേ വലിയ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. ഫാൻസിന് പോലും ഈ ഒരു സിനിമ തിയേറ്ററിൽ എത്തുന്നതിൽ വലിയ താല്പര്യമില്ലായിരുന്നു. എന്നിട്ടും സിനിമയ്ക്ക് മമ്മൂക്കയുടെ ഇതുവരെ റിലീസ് ചെയ്ത സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായി തീരാൻ സാധിച്ചു. വല്യേട്ടൻ എന്ന സിനിമയുടെ കളക്ഷനെയാണ് ഒരു വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന ചിത്രം വെറും 7 ദിവസങ്ങൾ കൊണ്ട് മറികടന്നിരിക്കുന്നത്. 86ഓളം സ്ക്രീനിലായിരുന്നു ഈ ഒരു ചിത്രം ആദ്യ ദിവസം പ്രദർശിപ്പിച്ചത്. നല്ലൊരു പ്രൊമോഷനും ഉള്ള സ്ക്രീനിൽ തന്നെ ഷോയും കാര്യങ്ങളെല്ലാം കുറച്ചും കൂടെ കൂട്ടിവെച്ച് മികച്ച രീതിയിലുള്ള ഒരു റിലീസ് ഈ ഒരു സിനിമയ്ക്ക് കിട്ടിയിരുന്നെങ്കിൽ, കൂടെ ഫാൻസിന്റെ നല്ലൊരു സപ്പോർട്ടും ഈ ഒരു ചിത്രത്തിന് കിട്ടിയിരുന്നെങ്കിൽ ഇതിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു ഹ്യൂജ് കളക്ഷനിലേക്ക് എത്തിപ്പിടിക്കാൻ ഈ ഒരു സിനിമയ്ക്ക് സാധിക്കുമായിരുന്നു. എന്നിരുന്നാലും മോശമല്ലാത്ത ഒരു കളക്ഷനിലേക്ക് ചേക്കാറാൻ ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിന് സാധിച്ചു. മമ്മൂക്കയുടെ ആദ്യമായിട്ട് റിലീസ് സിനിമയ്ക്ക് കിട്ടുന്ന 1 CR ടച്ച് ചെയ്യുന്ന സിനിമയായി തീരാൻ ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിന് സാധിച്ചു. ചിത്രം തിയേറ്ററിൽ വിജയമായ സ്ഥിതിക്ക് ഇനി മമ്മൂക്കയുടെ ഓൾഡ് സിനിമകൾ കൂട്ടത്തോടെ റിലീസുമായിട്ട് തിയേറ്ററിൽ എത്തണ്ട എന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം. ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് നല്ല സിനിമകൾ ക്വാളിറ്റിയിൽ 4K വെർഷൻ എത്തിക്കുകയാണെങ്കിൽ തരക്കേടില്ലാത്ത കളക്ഷൻ ബോക്സ് ഓഫീസിൽ നിന്നും നേടാൻ സാധിക്കും. മമ്മൂക്കയുടെ കൗരവർ എന്ന് പറയുന്ന ചിത്രം റിലീസുമായി ബന്ധപ്പെട്ട് തിയേറ്ററിൽ എത്തും എന്നുള്ള അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുന്നു. ആരാണോ ആ ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തിക്കുന്നത് അവരോട് പറയാനുള്ളത്, നല്ല ക്വാളിറ്റിയിലാണ് നിങ്ങൾ ആ ഒരു സിനിമ തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ തിയേറ്ററിൽ കാണാൻ ആളുണ്ടാവും. അതോടൊപ്പം തന്നെ ചെറിയൊരു ഗ്യാപ്പും വേണം. ഒരു വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന ചിത്രം റിലീസായി കുറച്ച് സമയം മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു 3-4 മാസത്തെ ഗ്യാപ്പിന് ശേഷം മാത്രം മതി മമ്മൂക്കയുടെ മറ്റൊരു റിലീസ് മൂവി എന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം. കൗരവർ എന്ന ചിത്രത്തിന് നല്ലൊരു ഫാൻസ് തന്നെ ഉണ്ട്. മികച്ച പെർഫോമൻസ് ആണ് മമ്മൂക്ക ആ ഒരു ചിത്രത്തിൽ കാഴ്ചവെച്ചത്. മമ്മൂക്ക മാത്രമല്ല, തിലകൻ, ഭീമൻ രഘു, ബാബു ആന്റണി അങ്ങനെ അഭിനയിച്ച എല്ലാവരും മികച്ച പെർഫോമൻസ് ആണ് ചിത്രത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. 1992 ചിത്രം റിലീസ് ചെയ്തത്. ജോഷിയായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. നല്ല ക്വാളിറ്റിയിൽ നല്ല പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടാണ് ഈ ഒരു സിനിമ തിയേറ്ററിൽ എത്തുന്നതെങ്കിൽ ഒരു വടക്കൻ വീരഗാഥ തിയേറ്ററിൽ വിജയിച്ച പോലെ കൗരവർ എന്ന് പറയുന്ന ചിത്രവും തിയേറ്ററിൽ വിജയിക്കാനുള്ള എല്ലാവിധ സാധ്യതയും കാണുന്നുണ്ട്. അങ്ങനെ ഉറച്ച ശബ്ദത്തിൽ പറയാനുള്ള കാരണം പല മമ്മൂക്കയുടെ റിലീസ് സിനിമകളുടെ അപ്ഡേറ്റും പുറത്തു വരുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ വരുന്ന കമൻസ് ആണ്, കൗരവർ റിലീസ് ചെയ്യൂ, അതാണ് ഞങ്ങൾക്ക് കാണേണ്ടത്, അത് ഗംഭീര സിനിമയാണ്, അതെന്തായാലും തിയേറ്ററിൽ വിജയിക്കും എന്നുള്ളതൊക്കെ കാണാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഉറച്ച ശബ്ദത്തിൽ പറയുന്നത് കൗരവർ വീണ്ടും തിയേറ്ററിൽ എത്തിയാൽ വിജയിക്കാനുള്ള എല്ലാവിധ സാധ്യതയും ഉണ്ട്. ഇന്ന് 8ാമത്തെ ദിവസം ഫിനിഷ് ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിന്റെ 8 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 1,10,00,000 മുകളിലേക്ക് എത്തപ്പെടും. ഇന്ന് 3 പുതിയ സിനിമകൾ തിയേറ്ററിൽ എത്തിയതോടുകൂടെ ചിത്രത്തിന്റെ ഷോയും കാര്യങ്ങളെല്ലാം കുറഞ്ഞിട്ടുണ്ട്. പൈങ്കിളി എന്ന് പറയുന്ന ചിത്രത്തിന് വലിയൊരു അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. ചിലപ്പോൾ നാളെ ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിന്റെ ഷോയും കാര്യങ്ങളെല്ലാം കൂടാനുള്ള ചാൻസുമുണ്ട്. ഒരു വലിയ വിജയമായി തീരട്ടെ ഒരു വടക്കൻ വീരഗാഥ.